ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ചിന്നു. അപ്പോൾ ഇന്ന് സ്കൂൾ ടൂറിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ജ്യോതിഷ ഒരുങ്ങുന്നുണ്ട്. എല്ലാവരും റെഡിയായി, ബാക്കി എല്ലാവരും റെഡിയായി. ഇപ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങും. ഞാനൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കർട്ട ഇങ്ങനെ മാറ്റം നല്ലൊരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആ സൈഡിരിക്കുന്ന മരമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് താഴോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാമെന്ന് പറഞ്ഞേ, കമന്റ്. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ പോയി കയറി കേട്ടോ. പിന്നെ സെറ്റായിരുന്നു. പിന്നെ സാറൊക്കെ ഡാൻസ് കളിച്ചു. ഞങ്ങൾ ഇന്നലെ കഴിച്ച ആ സെയിം ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ ഇന്നും കഴിക്കാൻ പോയത്. പിന്നെ നമ്മൾ ക്യൂവിൽ പോയി നിന്നു. അപ്പം ഞാൻ കഴിച്ചത് കടലക്കറിയും പൂരിയായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഒരു ചായയും കുടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് കൊടൈ ലാക്കിലോട്ടാണ്. സൂപ്പർ വ്യൂ ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാറ് പറഞ്ഞു അരമണിക്കൂറൊക്കെ ഉള്ളൂ, നിങ്ങൾ അതിന് മുമ്പേ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. ഈ സ്പോട്ടിൽ വന്ന് നിൽക്കാനാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കേട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് പോയത്. ആദ്യം കാണുന്ന കടയിൽ നല്ല വിലയാണെങ്കിൽ അതിൻ്റെ കുറച്ച് വില കുറവായിരിക്കും അടുത്ത കടയിൽ കേട്ടോ. എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചാടിക്കറി നമ്മൾ വാങ്ങരുത്. സാറ് പറഞ്ഞു നമ്മൾ വില വേശി വാങ്ങണം. സംഭവം അവർ പറയുന്ന ആ വിലയ്ക്ക് എടുക്കരുത്, വില വേശി തന്നെ വാങ്ങണമെന്ന് തന്നെ പറഞ്ഞു. നമ്മളങ്ങനെ തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കൊടൈക്കനാൽ ഫുള്ള് ചുറ്റി കാണാൻ പോവാണ്. അപ്പോൾ അതിന് ഇനി സെപ്പറേറ്റ് വേറെ വണ്ടി വരുമെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം കാത്തിരുന്നപ്പോൾ ഈ വണ്ടി വന്നു. ഇനി നമ്മൾ കൊടൈക്കനാൽ ഫുള്ള് ചുറ്റി കാണാൻ പോകുന്ന ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ. അപ്പം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് വെച്ചാൽ സൂസൈഡ് പോയിന്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുതിരേനെയൊക്കെ കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ സൂസൈഡ് പോയിന്റിലോട്ട് പോകണ ആ തേര് പോലെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തും ഫുള്ള് കടകളാണ്. അങ്ങനെ ഫൈനലി നമ്മൾ സൂസൈഡ് പോയിന്റിലോട്ട് എത്തി ഗേഴ്സ്. ഇവിടെ ക്യാമറ വെച്ച് അങ്ങനെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല, കാരണം ഈ കുരങ്ങന്മാർ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകും. ഇതിൻ്റെ അപ്പുറത്തെന്ന് വെച്ചാൽ ഫുള്ള് മഞ്ഞാണ്. ആ വെള്ള പോലെ നിങ്ങൾ കാണുന്ന ഫുള്ള് മഞ്ഞാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. സോ ഗൈസ്, നമ്മൾ ഫൈനലി ഗുണ കേവിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലേ പോണ അല്ല പൊക്കോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ എത്തിയെന്നല്ല പറഞ്ഞു, പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങോട്ട് ചെന്നപ്പോൾ ആണ് അറിയുന്നത് ഭയങ്കര മഞ്ഞായിരുന്നു. പിന്നെ ചെറിയ മഴ പോലെയൊക്കെ പെയ്തു കേട്ടോ. നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു, സെറ്റായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഒരു സെൽഫി പോയിന്റ് അല്ല, അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഇതിൻ്റെ മേളിലോട്ടൊക്കെ കയറിയിട്ടോ. അതിൻ്റെ മേളിൽ നിന്നപ്പോൾ എനിക്കാണെങ്കിൽ പേടി കേസ്. നല്ല തണുപ്പായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഇതിൻ്റെ മേളിലൊക്കെ കയറി വന്ന് തിരിച്ചിറങ്ങാനായിരുന്നു പെട്ടുപോയത് കേട്ടോ. കോമഡി. ഇത് ഞങ്ങൾ അതെല്ലാം കണ്ട് കഴിഞ്ഞ് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൈൻ വാലി ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. കുടയില്ല, തൊപ്പിയില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ വെച്ചേക്കുന്ന തൊപ്പി നമ്മുടെ ജ്യോതിഷേരയാണ് കേട്ടോ. അവളിങ്ങ് തന്നതാണ് വെക്കാൻ വേണ്ടി. അവൾ ഫുൾ മഴയൊക്കെ നനഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മളെല്ലാം കഴിഞ്ഞു ഗൈസ്. പിന്നെ ചോളം വാങ്ങി കഴിച്ചു.
പിന്നെ ഞങ്ങളെ വണ്ടി അവിടെ നിന്ന് നേരെ തിരിച്ചു ഗൈസ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നും നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു. പിന്നെ ഞങ്ങളെ ബസ്സിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന് പോയി ക്യൂ നിന്ന് നമ്മൾ രാവിലെ കഴിച്ച ആ സെയിം സ്ഥലം തന്നെ ഇന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്, സെറ്റായിരുന്നു. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു, അത് കുടിച്ചു, അത് കഴിച്ചു. പിന്നെ ഞങ്ങളെ ബസ്സിൽ പോയി കയറി. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ മഴയൊക്കെ ചാറാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ നൈറ്റിലത്തെ ഫുഡായി. അത് ബെറോട്ടയും ചിക്കൻ പൊരിച്ചതായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഗ്രേവിയും കൂടി ഉണ്ടായിരുന്നു ചിക്കൻ കറിയുടെ. അങ്ങനെ അത് കഴിച്ചു ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് റൂമിലോട്ടാണ് ഞങ്ങൾ നേരെ പോയത്. പിന്നെ റൂം ഇതാണ് ഗൈസ്. അടിപൊളി റൂമോ, അടിപൊളി സെറ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം, കുഴപ്പമില്ല ഗൈസ്, നല്ല രസമുണ്ട്. നല്ല ടയേർഡായിട്ടാണ് കേട്ടോ ഞങ്ങൾ റൂമിലോട്ട് കയറി വന്നത്. അങ്ങനെ നേരെ പോയി തന്നെ ഫ്രഷായി എന്നിട്ട് കിടക്കുമായിരുന്നു പോയി. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ Day 3 അടുത്ത വീഡിയോയിൽ വരെയായിരിക്കും. അപ്പോൾ എല്ലാവരും ടാറ്റ, ബൈ, സീ യു.